നമസ്കാരം. ഫുട്ബോൾ പീരിയഡ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ് അല്ലേ. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഡൺ ആയിട്ടുണ്ട്. ഡീൻ ഹഡ്സൺ പോലത്തെ ഐ തിങ്ക് റയലിന്റെ ഏറ്റവും ബെസ്റ്റ് സമ്മറിലെ ബൈ ആയിരിക്കും തോന്നുന്നു. അതുതന്നെയാണ് ഡീൻ ഹഡ്സൺ. ആളെ സൈൻ ചെയ്തിട്ടുണ്ട്. മസ്തോന്റെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അവരിപ്പോൾ സ്റ്റില്ലർ ഡീൽ പ്രോഗ്രസ് ചെയ്യുന്ന വാർത്തകളുണ്ട്. അൽവാറോ കരറാസ് ഡീൽ പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അവർ ബുദ്ധിമുട്ട് പോലത്തെ സ്ട്രൈക്കറിന്റെ €8 മില്യൺ റിലീസ് ക്ലോസ് പേ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡായിട്ട് കുറച്ച് പ്ലേയേഴ്സിന്റെ ലിങ്ക്സ് വന്നിരുന്നു. ആരൊക്കെയാണ് അവരുന്ന് മാർക്കറ്റ് റിപ്പോർട്ടുകൾ പറയാൻ റയൽ മാഡ്രിഡ് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിൽ സർപ്രൈസ് ആവുന്ന കാര്യമില്ല. നമുക്കറിയാം റയൽ മാഡ്രിഡ് അക്കാഡമിയിൽ കോച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ചാബി അലോൺസോ. സോ അന്ന് അങ്ങേര് കോച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നോട്ട് ഔട്ടായിട്ടുള്ള കുറേ പ്ലേയേഴ്സ് കാണുമല്ലോ ലീഗയിൽ, ബെറ്റീസിലും സൊസിഡാഡിലും ഒക്കെ കളിക്കുന്നത്. സോ അവരെ തന്നെ ആൾ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. ഈ ചാബി അലോൺസോ മേ ബി സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ വി മൈറ്റ് സി എ ലോട്ട് ഓഫ് ലീഗ യങ് ടാലൻസ് റയൽ മാഡ്രിഡ് നോക്കുകയും മേ ബി റയൽ മാഡ്രിഡ് മൈറ്റ് ബൈ എ ലോട്ട് ഓഫ് ലീഗ യങ് ടാലൻസ് എന്നൊരു ഫീൽ ഉണ്ട്. സോ നമുക്ക് ആ ലിസ്റ്റിലോട്ട് പോകാം. ആ ലിസ്റ്റിലോട്ട് പോകുമ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആയിരിക്കത്തില്ല, പക്ഷെ എന്നാലും എല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്ന ആ ലിസ്റ്റിലെ പേര് മെക്ടാറേൽ അത് തന്നെ വെച്ച് നമുക്ക് തുടങ്ങിയേക്കാം. നിക് വോൾട്ടവേഡിന്റെ പേരായിരിക്കും. ജർമ്മൻ ഇന്റർനാഷണൽ, 23 വയസ്സുകാരൻ, 198 സെന്റിമീറ്റർ ആണ് ആളുടെ പൊക്കം. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണ് ആളിപ്പം under-21 യൂറോസ് കളിക്കുന്നുണ്ട് ഫോർ ജർമ്മനി. സോ ടൂർണമെന്റിൽ ആൾ അത്യാവശ്യം നല്ല ഫോമിലാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതെടുത്ത് പറയേണ്ട കാര്യമാണ്. സോ ആരെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആറിപ്പം ടൂർണമെന്റ്സിൽ 6 ഗോളും 3 അസിസ്റ്റ് നേടിയിട്ടുണ്ട് 4 മാച്ചിൽ ഈ യൂറോസ് under-21. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ബാർസലോണയിൽ ഓൾമോ ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു ഏരിയ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. ആളുടെ സ്റ്റാറ്റ്സ് ക്ലിയർലി വിസിബിൾ ആണ്. ആൾ 2.80 ചാൻസസ് പെർ മാച്ച് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ആളുടെ ഏരിയൽ വിന്നിങ് എബിലിറ്റി സൂപ്പറാണ്. 2.56 ആണ് ആളുടെ ഏരിയൽ വിന്നിങ് എബിലിറ്റി പെർ 90, വിച്ച് ഈസ് 68.8%. സോ വിച്ച് ഈസ് ഗുഡ്. സോ അപ്പ് ഫ്രണ്ട് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി നല്ലപോലുള്ള ഒരു പ്ലെയർ. സോ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ ക്രിയേറ്റീവ്ലി വർക്ക് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് നിക് വോൾട്ടവേഡ്. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണ് 28 കളികളിൽ നിന്ന് 12 ഗോളും 2 അസിസ്റ്റും കഴിഞ്ഞ സീസൺ ബുണ്ടസ് ലീഗയിൽ ആൾ സ്റ്റുട്ട്ഗാർട്ടിന് വേണ്ടി നേടിയിട്ടുണ്ട്. സോ റയൽ മാഡ്രിഡ് കിട്ടാൻ പോകുന്ന ഒരു ട്രഡീഷണൽ നമ്പർ 9 ആയിരിക്കത്തില്ല നിക് വോൾട്ടവേഡിൽ. മേ ബി ഡ്രോപ്പ് ചെയ്ത് കളിക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലേ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൻഡ് ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പേർട്ടാണ്. 198 സെന്റിമീറ്റർ ഹൈറ്റും വെച്ചുകൊണ്ട് അങ്ങേര് ടൈറ്റ് സ്പേസസിലൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഇറ്റ്സ് എ പ്യുവർ ഫൺ ടു വാച്ച്. സോ വിത്തൗട്ട് എ ഡൗട്ട് ആ ഒരു ഡീൽ റയൽ മാഡ്രിഡ് പുള്ളി ചെയ്യുവാണെങ്കിൽ, ഇപ്പം ചെൽസി താരത്തിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള വാർത്തകളുണ്ട്. സോ ഡീൽ പുള്ളി ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് റയൽ മാഡ്രിഡിന് കിട്ടാൻ പോകുന്നത് സാധാരണ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് സെൻട്രൽ ഫോർവേഡ് എന്ന് വേണേൽ പറയാം. റയൽ മാഡ്രിഡ് യൂഷ്വലി ഒരു ട്രഡീഷണൽ നമ്പർ 9 പോകുന്നത്. സോ കിലിയൻ എംബാപ്പേനെ സെൻട്രൽ ഫോർവേഡായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിക് വോൾട്ടവേഡ് ഡീൽ പുള്ളി ചെയ്യുവാണെങ്കിൽ മേ ബി എന്താണ് ചാബി അലോൺസോ പരീക്ഷിക്കാൻ പോകുന്ന ലെറ്റ്സ് സീ ആ ഡീല് നടക്കുന്നതിനെ കുറിച്ച് റയൽ മാഡ്രിഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ അടുത്തത് കുറച്ച് സെൻട്രൽ ബാക്ക് അപ്ഡേറ്റുകളാണ്. സോ റയൽ മാഡ്രിഡ് നോക്കുന്ന സെൻട്രൽ ബാക്സിൽ എല്ലാവരും കേട്ടിട്ടുള്ള പേര് കാസ്റ്റലോ ലുക്കബയുടെ പേരായിരിക്കും. സോ RB ലൈപ്സിഗിന്റെ 22 വയസ്സുകാരനായ 184 സെന്റിമീറ്റർ ഉയരമുള്ള സെൻട്രൽ ബാക്ക്. സോ കാസ്റ്റലോ ലുക്കബേനെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് ക്ലബ്ബുകളും നോക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ ഇപ്പം ലിവർപൂൾ തൊട്ടുള്ള എല്ലാ ക്ലബ്സുമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ വിൻഡോ ആയിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ട് പുള്ളിക്ക് ആസ്ക് ചെയ്യുന്ന €60 മില്യൺ ആണ് കേൾക്കുന്നത്. അത് പേ ചെയ്യാനായിട്ട് റെഡി അല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. സോ ഇപ്പം RB ലൈപ്സിഗ് താരത്തെ വിൽക്കാൻ റെഡിയാണ് ഫോർ ദ റൈറ്റ് പ്രൈസ് എന്ന് കഴിഞ്ഞ കുറേ വിൻഡോസ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലുക്കബേനെ എല്ലാവരും നോക്കുന്നത്? പുള്ളി ഒരു പ്രോപ്പർ മോഡേൺ ഡേ സെൻട്രൽ ബാക്കാണ്. പുള്ളിയുടെ എറേഴ്സ് ഉണ്ട്. പുള്ളി എറേഴ്സ് വരുത്തുന്ന ഒരു സെൻട്രൽ ബാക്കാണ്. പക്ഷേ പുള്ളിയുടെ ഓൺ ദ ബോൾ അബിലിറ്റി ഈസ് ടോപ്പ് നോച്ച്. സോ ലുക്കബയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആള് 0.97 സക്സസ്ഫുൾ ടേക്ക് ഓൺസ് പെർ മാച്ച് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ 4.56 പ്രോഗ്രസീവ് പാസസ് പെർ മാച്ച് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 1.15 പ്രോഗ്രസീവ് ക്യാരീസ് പെർ മാച്ചും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. സോ ചാബി അലോൺസോയ്ക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് സെൻട്രൽ ബാക്ക് ആണ് ലുക്കബ. വിത്തൗട്ട് എ ഡൗട്ട് 4.56, 1.15 ഇറ്റ്സ് ടോപ്പ് നമ്പേഴ്സ് ആണ് അത് പെർ മാച്ച് നോക്കാനായിട്ടാണെങ്കിൽ. സോ ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗാണ് ലീഗ. ഓൺ ദ ബോൾ കൂടുതൽ ഡിമാൻഡിങ് ആവും ചാബി അലോൺസോ. സോ മേ ബി വിത്ത് ഡീൻ ഹഡ്സൺ ഒരു പെർഫെക്റ്റ് പാർട്ണർ ആവാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആണ്. ലെഫ്റ്റ് ഫുട്ടഡ് CB ആണ്. അതുപോലെ തന്നെ ലുക്കബയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ യങ് ആണ്, ഫ്രാൻസ് ഇന്റർനാഷണൽ ആണ്. സോ ഒരു റിസ്ക് ഫ്രീ സൈനിങ് എന്ന് വേണേ പറയാം. ബട്ട് ഫോർ ദ റൈറ്റ് പ്രൈസ് ഇറ്റ് ഈസ് എ റിസ്ക് ഫ്രീ സൈനിങ് വിത്തൗട്ട് എ ഡൗട്ട്.
മോസ്റ്റ് എക്സൈറ്റിംഗ് അപ്കമിങ് പ്ലേയേഴ്സിൽ ഒരാളാണ്. അപ്കമിങ് അല്ല, ഇപ്പോൾ 22 പ്രൈമിലോട്ട് കിടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നോക്കാവുന്ന ഒരു പ്രൊഫൈലാണ്. വന്നാൽ ഡെഫിനറ്റ്ലി റയലിൽ സ്റ്റാർട്ടർ ആവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറുമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്ലെയർ ക്രിസ്ത്യൻ മൊസ്കെറ, സ്പാനിഷ് ഇന്റർനാഷണൽ, 20 വയസ്സുകാരൻ, വലൻസിയയുടെ സെന്റർ ബാക്കാണ്. 188 സെന്റിമീറ്റർ ആണ് പൊക്കം, റൈറ്റ് ഫുട്ടഡ് CBM. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണ് കഴിഞ്ഞ സീസൺ 37 മാച്ചുകളും ലലീഗയിൽ വലൻസിയയ്ക്ക് വേണ്ടി കളിച്ച ഒരു സെന്റർ ബാക്കാണ്. ആളുടെയും ഓൺ ദ ബോൾ അബിലിറ്റി മോശമല്ല. സ്പാനിഷ് ഇന്റർനാഷണൽ, ആള് 3.34 പ്രോഗ്രസീവ് പാസസ് പെർ മാച്ച്, 0.95 പ്രോഗ്രസീവ് ക്യാരീസ് പെർ മാച്ച്. അത് എനിക്ക് പ്രോബബ്ലി ലുക്കേബേനേക്കാളും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒന്ന്, ആൾ 20 വയസ്സുകാരൻ ആൻഡ് വലൻസിയയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. വലൻസിയ പഴയ വലൻസിയ അല്ല. ലീഗിൽ പ്രോബബ്ലി ബാർസ, റയൽ, അത്ലറ്റിക്കോ കഴിഞ്ഞാൽ ഏറ്റവും ഡോമിനേറ്റിംഗ് സൈഡ് എന്ന് നിന്നെടുത്തു നിന്ന് ഇപ്പം കഴിഞ്ഞ സീസണിൽ വലൻസിയ ഈവന്തോ കുഴപ്പമില്ലാതെ ലാസ്റ്റ് വന്നെങ്കിലും ഒപ്പോണൻസ് വലൻസിയയ്ക്ക് അഗേൻസ്റ്റ് സിറ്റ് ബാക്ക് ചെയ്യുകയോ, ഒപ്പോണൻസ് വലൻസിയയ്ക്ക് അഗേൻസ്റ്റ് പേടിച്ച് കളിക്കുകയോ, ഒപ്പോണൻസ് വലൻസിയയ്ക്ക് അഗേൻസ്റ്റ് ഒക്കെ സുപ്പീരിയർ ടീമാണ്, ഒന്ന് വലിഞ്ഞ് കളിക്കാമെന്ന് കളിക്കാറില്ല. വലൻസിയയ്ക്ക് അഗേൻസ്റ്റ് അങ്ങോട്ട് തന്നെ കയറി അവർ കളിക്കും. വലൻസിയയ്ക്ക് അഗേൻസ്റ്റോ ഒപ്പോണൻസ് വലൻസിയ ഇപ്പം മിക്ക മാച്ചുകൾ അണ്ടർഡോഗ്സ് ആവാറുണ്ടല്ല. ലീഗിൽ വലൻസിയേക്കാളും സുപ്പീരിയർ ടീമുകൾ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. സോ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം കമ്പയർഡ് ടു ലൈപ്സിഗ് ബുണ്ടസ് ലീഗയിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ എബ്രിയൽ മൊസ്കെറ പോലത്തെ ഒരു സ്പാനിഷ് സെന്റർ ബാക്ക് വിത്ത് 3.34 പ്രോഗ്രസീവ് പാസസ് ആൻഡ് 0.95 പ്രോഗ്രസീവ് ക്യാരീസ് പെർ മാച്ച് റിയലി ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഏരിയലി ഹീസ് ബിറ്റ് മോർ സുപ്പീരിയർ ദാൻ ലുക്കേബ തോന്നുന്നുണ്ട്. അപ്കമിങ് സ്പാനിഷ് ടാലൻസിൽ ഒരാളുമാണ്. മിക്ക ക്ലബുകളും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ് മൊസ്കെറ. സോ വിത്തൗട്ട് എ ഡൗട്ട് ചാബി അലോൺസോയ്ക്ക് പറ്റിയ മറ്റൊരു സെന്റർ ബാക്കാണ്. ആൾ റൈറ്റ് ഫുട്ടർ ആണ്, ലുക്കേബ ലെഫ്റ്റ് ഫുട്ടർ ആണ്. സോ അടുത്തായിട്ട് ലിസ്റ്റ് വരുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് റയൽ സൊസിഡാഡ് B ടീമിന് ഇപ്പം സ്പാനിഷ് അണ്ടർ-19 യൂറോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സെന്റർ ബാക്ക് ആയ ജോൺ മാർട്ടിൻ ആണ്. റയൽ സൊസിഡാഡിന്റെ പ്ലെയർ ആണ്. കഴിഞ്ഞ സീസൺ 13ഓളം ലലീഗ മാച്ചുകളിലും 3ഓളം യൂറോപ്പ ലീഗ് മാച്ചുകളിലും ആൾ കളിച്ചു. 19 വയസ്സുകൾ, 185 സെന്റിമീറ്റർ ആണ് ഉയരം. ബട്ട് ഈസ് ഏരിയലി റിയലി ഗുഡ്. അറ്റ് 4.78 ഏരിയൽസ് വോൺ പെർ 90 ആണ് ആളുടെ മെട്രിക്സ്. അത് ടോപ്പാണ്. ഞാൻ മുമ്പ് പറഞ്ഞ 2 ഡിഫൻഡേഴ്സിനേക്കാളും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഏരിയൽ വിന്നിങ്ങിന്റെ കാര്യത്തിൽ ആള് ടോപ്പ് 99% ഡിഫൻഡേഴ്സിലോട്ട് വരുമ്പോൾ. സോ വിച്ച് ഈസ് ഈ മെട്രിക്സിൽ വരുമ്പോൾ വിച്ച് ഈസ് റിയലി ഗുഡ്. ആൻഡ് ആൾ ഓൺ ദ ബോളും മോശമല്ലാത്തൊരു സെന്റർ ബാക്കാണ്. ഇപ്പം സ്പെയിൻ അണ്ടർ-19 വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്, സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്കുമാണ്. സോ റയൽ സൊസിഡാഡിന് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്, B ടീം പ്ലെയറാണ്. ഈവൻ ദോ ലലീഗ കളിച്ചെങ്കിലും ആൾ B ടീമിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. സോ ആ ഒരു പ്ലെയറിനെ ഇപ്പോൾ റയൽ മാഡ്രിഡ് നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ നെയിമുകളിൽ പ്രോബബ്ലി ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജോൺ മാർട്ടിൻ്റെ പേര് പറയാനായിട്ട് പറ്റും. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത അവർ ലിങ്ക്സ് ആയിരിക്കുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ആന്റോണിയോ കൊർഡേറോ എന്ന് പറയുന്ന പ്ലെയർ ആണ്. ആള് ലാസ്റ്റ് സീസണ് മലഗയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്, ലലീഗ സെക്കൻഡ് ഡിവിഷനിൽ. ആള് മലഗയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസൺ 39 കളികൾ കളിച്ചു. അതിൽ 23 സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, 6 ഗോളും 6 അസിസ്റ്റും ആണ്. ആള് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ ആണ്, അതാണ് ആളുടെ പൊസിഷൻ. സോ ആൾ ഈ സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിരുന്നു. ഈ റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ ന്യൂ കാസിലോട്ട് ടേംസ് എല്ലാം അഗ്രി ചെയ്ത് പോവുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. സോ റയൽ മാഡ്രിഡും ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷെ താരം ന്യൂ കാസിൽ തിരഞ്ഞെടുത്തു എന്നുള്ള രീതി വാർത്തകൾ വന്നിരുന്നു. സോ മേ ബി ഇനി ന്യൂ കാസിലിനെ ഇന്ന് പോയി വാങ്ങിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പുള്ളി ലെഫ്റ്റ് സൈഡ് പ്ലെയർ ആണ്. 178 സെന്റിമീറ്റർ ആണ് ആളുടെ പൊക്കം. സോ ലെറ്റ്സ് സീ താരത്തിലും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്ലെയർ, നെതർലൻഡ്സിന്റെ കീ സ്മിത്ത് എന്ന് പറയുന്ന AZ അൽക്കമാറിന് വേണ്ടി കളിക്കുന്ന റൈറ്റ് എന്താ പറയുക അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്, റൈറ്റ് ഫുട്ടർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ആൾക്ക് 182 സെന്റിമീറ്റർ ആണ് ആളുടെ പൊക്കം. ആൾക്കും 19 വയസ്സാണ്. സോ താരത്തെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആളൊരു ക്രിയേറ്റീവ് പ്ലെയർ ആണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് കാണുമ്പോൾ ക്രിയേറ്റീവ് പ്ലെയർ ആണ്. കൂടാതെ ഓഫ് ദ ബോൾ ആളുടെ വർക്ക് ലോഡും റിയലി ഇംപ്രസീവ് ആണ്. 5.55 പ്രോഗ്രസീവ് പാസസ് പെർ 90 ആൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ 2.37 ടാക്കിൾസ് പെർ 90 ആൾ കമ്മിറ്റ് ചെയ്യാറുണ്ട്. സോ വിച്ച് ഈസ് റിയലി എ ഗുഡ് മെട്രിക്. സോ അത്യാവശ്യം ക്രിയേറ്റീവായ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. പുള്ളി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മാത്രമല്ല, പുള്ളി CMF-ഉം DMF റോളിലും മൾട്ടിപ്പിൾ മാച്ചസിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ആളുടെ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. സോ ഇതാണ് കീ സ്മിത്തിന്റെ ഒരു ഇവാലുവേഷൻ. സോ റയൽ മാഡ്രിഡ് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഡച്ച് ഇന്റർനാഷണൽ ആണ് പുള്ളി. സോ അവിടെ നിന്ന് കേൾക്കുന്ന മറ്റൊരു പേര് പാബ്ലോ ഗാർസിയയാണ്. റീസെന്റ് ജർമ്മനിക്ക് അഗേൻസ്റ്റ് അണ്ടർ-19 യൂറോസിൽ സ്പെയിന് വേണ്ടി 4 ഗോൾ 6-5 സ്പെയിൻ ജയിച്ച ഒരു മത്സരത്തിൽ 4 ഗോൾ സ്കോർ ചെയ്തൊരു വിങ്ങറാണ്. സോ ആളാണെങ്കിൽ റൈറ്റ് ഫുട്ടറാണ്, വിങ്ങറാണ്.
റയൽ ബെറ്റിസിന്റെ പ്ലെയർ ആണ്, ബി ടീമിന്റെ പ്ലെയർ ആണ്. 17 വയസ്സ് മാത്രമേ ആൾക്കുള്ളൂ. സോ ഇതാണ് പാബ്ലോ ഗോർഷ്യയുടെ മെട്രിക്സ്. സ്പെയിനിൽ വൺ ഓഫ് ദ പ്ലെയർ ടു വാച്ച് ആണ് പാബ്ലോ ഗോർഷ്യ, അത് പറയാതിരിക്കാൻ വയ്യ. മിക്ക ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണ്. ലീഗയിൽ റയൽ മാഡ്രിഡ് മാത്രമല്ല, ഈവൻ ബാർസലോണ പോലും ഇന്റർവ്യൂ ഡിസ്കസ് ചെയ്ത നെയിമാണെന്ന് അറിയിക്കുന്നത്. സോ റയൽ ബെറ്റിസ് ബി ടീമിന്റെ പ്ലെയർ ആണ്. ബെറ്റിസിന് വേണ്ടി കഴിഞ്ഞ സീസൺ 1-2 ലീഗ മാച്ചുകൾ ആൾ കളിച്ചിരുന്നു. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. 17 വയസ്സാണ്, റയൽ ബെറ്റിസ് ബി ടീമിന്റെ പ്ലെയറുമാണ്. സോ ഇതൊക്കെയാണ് റയൽ മാഡ്രിഡുമായിട്ട് ലിങ്ക്സ് ആയി വന്നിരിക്കുന്ന പുതിയ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ലിസ്റ്റുകൾ. സോ ഇതിൽ ആരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പ്ലെയർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.